പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഭർത്താവിനെ പങ്കുവയ്ക്കാൻ പറഞ്ഞാൽ ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്നതല്ല. എന്നിട്ടും അതിനു പോലും ഭദ്ര തയ്യാറായി. കേണപേക്ഷിച്ചു. മലായിക്കാരിയുടെ വീട്ടിൽ പൊക്കോളൂ, പരാതി പറയില്ല, ഇവിടെ വരണം, ഈ കുട്ടിയുടെ അച്ഛനായിട്ടിരിക്കണം, അതേ വേണ്ടൂ, ഞാൻ ശല്യപ്പെടുത്തില്ല. മുട്ടിലിഴയുന്ന പ്രായത്തിലുള്ള രാജിയെ എടുത്തവർ കെഞ്ചി. പക്ഷേ ഒരു തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ എന്നും രണ്ടുപേരെ ഒരുമിച്ച് വഞ്ചിക്കാനാവില്ല എന്നും പറഞ്ഞ് ഗംഗാധരക്കുറുപ്പ് പോയി. എന്നേക്കുമായി അന്നുണങ്ങിയതാണ് സുഭദ്ര എന്ന അതിസുന്ദരിയായിരുന്ന പെണ്ണിൻ്റെ ജീവിതം. പിന്നീടത് തളിർക്കാൻ അവർ അനുവദിച്ചില്ല. തൻ്റെ മകൾക്കും അതേ ഗതി വരരുതെന്ന് ഭദ്ര മകളെ ഉപദേശിക്കുകയാണ്. വായിക്കാം 5-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം. മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് സുഭദ്രയമ്മ ഒരിക്കൽ കൂടി കൊച്ചച്ഛൻ്റെ മുറിയിൽ ചെന്ന് നോക്കി. കൊച്ചച്ഛൻ നല്ല ഉറക്കമാണ്. കുറെ കഴിഞ്ഞ് വീണ്ടും വന്ന് നോക്കാം. ഉണർന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കാൻ പാലും മരുന്നും. സമയം സ്വല്പം തെറ്റിയാലും ഉറക്കത്തിന് ഭംഗം വരുത്തണ്ട. ഉറക്കമാണ് എന്നും കഷ്ടം. നന്ന പ്രയാസപ്പെട്ടിട്ടാണ് ഒന്ന് മയങ്ങിയത് തന്നെ. മനസ്സ് അത്രത്തോളം അസ്വസ്ഥമായിരുന്നു എന്ന് തോന്നുന്നു. എന്താ കാരണമെന്നറിഞ്ഞൂടാ. ഓരോന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കൊച്ചച്ഛൻ്റെ മാറത്ത് നിന്ന് ഊർന്നു പോയിരുന്ന പുതപ്പ് ശരിക്കും പിടിച്ചിട്ട് ഒരറ്റം കിടക്ക അടിയിൽ തിരികെ വെച്ചു. ശ്രീചേട്ടൻ 100 വട്ടം ചോദിക്കാറുള്ളതാണ്, ഇതൊക്കെ നീ തന്നെ ചെയ്യണോ? നിനക്കേ എണീറ്റ് നടക്കാൻ വയ്യ. ഒരു നഴ്സിനെ വയ്ക്കാം, വിഷമമൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു വിഷമവുമില്ല. കൊച്ചച്ഛനും ഇടയ്ക്ക് പറയാറുണ്ട്, നീ എന്തിനാ കുട്ടി ഇങ്ങനെ കഷ്ടപ്പെടണത്? ഇത് കഷ്ടപ്പാടല്ല എന്ന് പറഞ്ഞാൽ കൊച്ചച്ഛന് മനസ്സിലാവില്ല. ശ്രീചേട്ടനും നഴ്സിനെ വയ്ക്കാം, 1 അല്ല 10 പേരെ വേണമെങ്കിലും ആവാം, ഒരു പ്രയാസവുമില്ല. പക്ഷേ 10 ചമഞ്ഞാലും പെറ്റമ്മയാകുമോ? താൻ നോക്കുന്നത് പോലെ മറ്റാരെങ്കിലും നോക്കുമോ? അല്ലെങ്കിൽ ചേട്ടത്തിയമ്മയോട് 10 മിനിറ്റ് ഇരിക്കാനേ പറഞ്ഞുള്ളൂ. അതിനിടയ്ക്ക് ആൾ എഴുന്നേറ്റ് പോയി. ശരിയാണ്, കൊച്ചച്ഛൻ ഉറങ്ങായിരുന്നു. എന്നാലും കുറ്റം പറയുക അല്ല. ചേട്ടത്തിയമ്മയ്ക്ക് മനസ്സിലാവില്ല, വേറെ ആർക്കും മനസ്സിലാവില്ല, തനിക്കേ മനസ്സിലാവൂ. തൻ്റെ ജീവിതത്തിലെ ഒരേ സുഖം, ഒരേ സംതൃപ്തി കൊച്ചച്ഛനെ ശുശ്രൂഷിക്കലാണ്. രാജി മദിരാശിക്ക് പോയതിൽ പിന്നെ പ്രത്യേകിച്ചും. പെണ്ണ് ഉറങ്ങിയോ ആവോ? അവൾക്ക് ഉറക്കം നന്നേ കഷ്ടിയാണ്. കരച്ചിലാണ് സദാസമയവും. എന്തൊരു തലയിലെഴുത്താണപ്പോ അതിൻ്റെ തലയിലെഴുത്ത്. ഇന്ന് ഇത്തിരി തെളിച്ചുമുണ്ട്. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണല്ലോ. ഈശ്വര, ഗുരുവായൂരപ്പ, അവളെ കാത്തുരക്ഷിക്കണേ, ഒരാപത്തും വരാതെ നോക്കണേ. കൊച്ചച്ഛനൊന്നും ഞെരുങ്ങിയോ? ഇല്ല, ശ്വാസം വലിക്കുമ്പോൾ ശബ്ദമുണ്ടായതാണ്. തല ഒരു വശത്തേക്ക് ചെരിച്ചു കിടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. സാരമില്ലെന്നാണ് കുഞ്ഞച്ചൻ പറഞ്ഞത്. ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ വെറുതെ പരിഭ്രമിച്ചാലോടി. കുഞ്ഞച്ചൻ ഡോക്ടറാണ്, എല്ലാം അറിയാം, അതുകൊണ്ട് പരിഭ്രമമില്ല. തനിക്കതല്ല. കൊച്ചച്ഛൻ പതിവില്ലാതെ ഒന്ന് തുമ്മിയാൽ മതി, ആദ്യം തുടങ്ങും. അതും ഈയിടെയായി കൊച്ചച്ഛൻ്റെ ഭാവവും മറ്റും മാറിയിരിക്കുന്നു. മരണം അടുത്തു എന്ന വിചാരം എങ്ങനെയോ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നു. അതോടൊപ്പം ഭയവും അസ്വസ്ഥതയും. പാപം കൊച്ചച്ഛൻ. മനസമാധാനത്തോടെ ജീവിക്കാൻ വിധിയില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. മറ്റൊന്നുമില്ലെങ്കിൽ തന്നെ വിചാരിച്ച് വ്യാകുലപ്പെടും. ഈയിടെയെ അത് വർദ്ധിച്ചിരിക്കുന്നു. ആദ്യോളം എത്തിയിരിക്കുന്നു. കൊച്ചച്ഛൻ അതിഘോരമായ തെറ്റാണ് ചെയ്തത്. അതിന് മാപ്പേയില്ല എന്നാണ് സദാ പറച്ചിൽ. പേടി തോന്നുന്നു. അങ്ങോട്ട് പറയുന്നതൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് സംസാരിക്കുക. പണ്ട് കഴിഞ്ഞ കാര്യം ഓർക്കുമ്പോൾ കൊച്ചച്ഛൻ്റെ മനസ്സ് നിയന്ത്രണം വിട്ട നിലയ്ക്കാണ് പ്രവർത്തിക്കുക. എത്രയോ വട്ടം ഉറപ്പ് കൊടുത്തിരിക്കുന്നു തൻ്റെ മനസ്സിലൊരു വേദനയും ബാക്കി കിടപ്പില്ലെന്ന്. മുമ്പെല്ലാം കൊച്ചച്ഛൻ അത് വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കൊച്ചച്ഛന് സ്വല്പം ആലോചിച്ചാൽ അറിഞ്ഞുകൂടെ മരവിച്ചുപോയ മനസ്സിന് വേദന അനുഭവിക്കാനുള്ള കഴിവില്ലെന്ന്? അല്ലെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം കുറേ ആയില്ലേ? ഇന്നും അതേ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അല്ലേ? എപ്പോഴുമില്ലെങ്കിലും കൂടെ കൂടെ ഓർക്കാറില്ലേ?
ഓർക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ? രാത്രി ഒറ്റയ്ക്കിരുന്ന് ഓർക്കുമ്പോൾ ഇന്നും കൺപീലി നനയാറുണ്ടല്ലോ. നാമം ചൊല്ലി നാമം ചൊല്ലി മനസ്സിൽ നിന്നും വേണ്ടാത്ത വിചാരങ്ങളെല്ലാം അകറ്റുമ്പോഴും വേദനയുടെ സൂചിമുന വേട്ടാളൻ കുത്തിയതുപോലെ മനസ്സിലെവിടെയോ ഉടക്കി നിൽക്കാറുണ്ട്. അതകറ്റാൻ അസാധ്യമാണ്. താനും ഒരു മനുഷ്യജീവിയല്ലേ? എത്ര വിരക്തി വന്നാലും ഭക്തിയിൽ എത്ര തന്നെ മുഴുകിക്കിടന്നാലും ഓർമ്മകളുടെ പിടിയിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടാൻ ഒക്കില്ല. അദ്ദേഹം തഞ്ചോങ് ബസാറിലേക്ക് മാറ്റമായി വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ അമ്മ, വാതിൽക്കൽ നിന്ന് ഒച്ചയടക്കി പിടിച്ചുള്ള വിളി. രുക്മിണിയാണ്. അവൾക്ക് കിടക്കാറായിരിക്കും. കൊച്ചച്ഛൻ്റെ തലേണ ഒന്ന് ശരിക്കു വെച്ച് പുറത്തു കടന്നു. വാതിൽ ഒച്ചയില്ലാതെ ചാരി. എന്നാ പടുക്കപ്പോറായ? ആമ, അയ്യാവുക്ക് കാലായിലെ 4 മണിക്ക് താനേ തേത്തണ്ണി. ആമ, ശരി, ലൈറ്റ് അതപ്രമാ ഞാൻ ഓഫ് പണിക്കറേൻ, നീ പോയി തൂങ്ക്. ശരി അമ്മ. രുക്മിണി പിൻവശത്തേക്ക് പോയി. ഉറങ്ങാനൊന്നുമില്ല. മുത്തുവും പഴനിയും ഉണ്ടല്ലോ. സിനിമ വർത്തമാനം പറയാനാവും, അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൽ പാട്ട് കേൾക്കാൻ. നല്ല പെണ്ണ്. വല്ല കള്ളുകുടിയനും പിടിച്ച് കെട്ടിച്ചു കൊടുക്കാതിരുന്നാൽ മതി. കല്യാണമേ വേണ്ട എന്നാണ് അവള്. അതെല്ലാം റൊമ്പ തൊന്തരവമ്മ. വെറും പറച്ചിൽ. നല്ലൊരുത്തിനെ കിട്ടിയാൽ മതിയായിരുന്നു. ശ്രീചേട്ടൻ്റെ ഓഫീസിൽ ചെറുപ്പക്കാരി ഡ്രൈവറോ തമ്പിയോ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അവൾക്കും ഒരു ഗതിയാവണമല്ലോ. സിറ്റിംഗ് റൂമിലേക്ക് ചെന്ന് ജനാലകളും വാതിലുകളും ഭദ്രമായി അടച്ചിട്ടില്ലേ എന്ന് പരിശോധിച്ചു. ഉവ്വ്. രുക്മിണിക്ക് അതിലൊന്നും തെറ്റുപറ്റില്ല. തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചപ്പോൾ ടിവിയുടെ മുകളിൽ എന്തോ തിളങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. നോക്കിയപ്പോൾ റിസ്റ്റ് വാച്ചാണ്. കുട്ടികൾ ആരോ അഴിച്ചു വെച്ചതാവണം. ഒരു ശ്രദ്ധയുമില്ല. രവിയുടേതാണെന്ന് തോന്നുന്നു. നായപ്പെട്ട പോലെയുള്ള സ്ട്രാപ്പ് കണ്ടാലറിയാം. അവനും പുതിയ പരിഷ്കാരത്തിൽ ചേർന്നു തുടങ്ങിയിരിക്കുന്നു. ശ്രീചേട്ടന്റെ കർശനമായ മേൽനോട്ടമുണ്ട്. എന്നിട്ടും അല്ലെങ്കിൽ അല്പസ്വല്പം വിട്ടുകൊടുക്കാതെ പറ്റില്ലല്ലോ. വന്നെത്തിയത് മുതൽക്ക് അശോകന്റെയും ജിമ്മിന്റെയും കൂടെ തന്നെയായിരുന്നു. വല്ല ദുസ്വഭാവവും പഠിക്കുമോ ആവോ? ശ്രീചേട്ടൻ തുടയിലെ തോലെടുക്കും. അച്ഛനെ നല്ല പേടിയുണ്ടവന്. എന്നാലും പറയാൻ പറ്റില്ല. അശോകൻ പാവം കുഞ്ഞമ്മ. പറയുമ്പോൾ കണ്ണിൽ നിന്ന് കുടുകൂടെ ഒഴുകുകയായിരുന്നു. എന്താണാവോ കുട്ടി ഇങ്ങനെ തിരിഞ്ഞു പോയത്? എന്ത് മിടുക്കനായിരുന്നു. കുഞ്ഞച്ഛൻ്റെ ബുദ്ധി മുഴുക്കനെയും പിന്നെ കുറച്ചു കൂടിയും കിട്ടിയിട്ടുണ്ട്. ഡിസ്റ്റിങ്ഷനും ക്രെഡിറ്റും ഒക്കെ വാങ്ങി ജയിച്ച കുട്ടിയാണ്. രാധാകൃഷ്ണൻ പോലും ഇത്ര മിടുക്കനായിരുന്നില്ല. പറഞ്ഞിട്ടെന്താ കാര്യം? തല തിരിഞ്ഞു. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പോക്കൊക്കെ ആ വഴിക്കുള്ളതാണെന്ന് ശരി തന്നെ. കാലവും മോശമാണെന്ന് പറഞ്ഞു കുഞ്ഞമ്മ. 3 മാസം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അപഹാരം മാറും, ഒന്ന് തെളിയും. 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അത്ര നല്ലതാണത്രേ. അതിനു മുമ്പേ കല്യാണം കഴിക്കാൻ യോഗമുണ്ട്. കഴിഞ്ഞാൽ അത്രയും വേഗം നേരെയാവുമത്രേ. ഇന്ത്യയിൽ നിന്ന് വന്ന ജ്യോത്സ്യനാണ്. രാജിയുടെയും കൂടെ ഒന്ന് നോക്കായിരുന്നു. കുഞ്ഞമ്മ ഇങ്ങോട്ട് വരുത്തുണ്ടത്രേ. അപ്പൊ നോക്കിക്കാമെന്ന് പറഞ്ഞു. കൊച്ചച്ഛൻ്റെയും നോക്കിക്കണം. അകപ്പാട് നല്ല കാലമല്ല എന്നൊരു തോന്നൽ. കുഞ്ഞമ്മ അത് തന്നെ പറഞ്ഞു. ഭാനുവിന് മറക്കാതെ നാളെ വഴിപാട് കഴിപ്പിക്കണം. ചേട്ടത്തിയമ്മയോട് പറഞ്ഞു പുതു റോട്ടിലെ ഗണപതി ക്ഷേത്രത്തിലും കഴിപ്പിക്കണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞേൽപ്പിക്കാം. ശ്രീചേട്ടന്റെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. ഉറക്കമായിരിക്കും. നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാണല്ലോ. രാജിയുടെ മുറി അടച്ചിട്ടില്ല. പാതി തുറന്ന കതകിലൂടെ വെളിച്ചം ഹാളിലേക്ക് വീഴുന്നുണ്ട്. ഒച്ചയുണ്ടാക്കാതെ അകത്ത് കിടന്നു. പെണ്ണ് ഉറങ്ങുകയാണെങ്കിൽ ഉണർത്തണ്ട. ആരാ? അവൾ തിരിഞ്ഞു നോക്കി. അമ്മയോ? നീ വിളക്കുമിട്ട് ഉറക്കമായി എന്ന് വിചാരിച്ചു. ഇല്ല, വെറുതെ കിടക്കായിരുന്നു. അവൾ മലർന്നു കിടന്നു. കയ്യിലേതോ മാസികയുണ്ട്. അത് മാറത്ത് കമിഴ്ത്തി വെച്ചു. സൈഡ് ടേബിളിൽ ഫ്ലാസ്കും ഗ്ലാസും അങ്ങനെ തന്നെയുണ്ട്. നീ പാല് കുടിച്ചില്ലേ? ഇല്ല. കട്ടിലിന്റെ വക്കത്തിരുന്ന ഫ്ലാസ്ക് തുറന്നു. ഇനി വൈകിക്കണ്ട, നേരെ ഒരുപാടായി. കുടിച്ചോളാം. എണീറ്റിരിക്കെ, കുടിക്ക്. സ്നേഹത്തോടെ ശാസിച്ച പാല് ഗ്ലാസ്സിൽ പകർന്നു. എന്നിട്ട് കിടന്നുറങ്ങ. രാജി എഴുന്നേറ്റിരുന്നു. മാസിക താഴെ വീണു. സുഭദ്രയമ്മ അത് കുനിഞ്ഞെടുത്തു. എന്ത് മാഗസിനാ? ഒന്നുമില്ല.
പാല് കുടിക്കുന്നതിനിടെ രാജി അത് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. അമ്മ നോക്കണ്ട. എന്താ നോക്കിയാല്? അവളുടെ പിടിയിലെത്താത്തവണ്ണം നീക്കിപ്പിടിച്ചു. പെട്ടെന്ന് കുസൃതിക്കാരിയായ ഒരു പെൺകിടാവായി തീർന്ന പോലെ തോന്നി. തിലൈമലരാണല്ലേ, നിന്നെപ്പറ്റി വല്ലതും ഉണ്ടാവും അല്ലേ? രാജി പരാജയം സമ്മതിക്കുന്നത് പോലെ മിണ്ടാതിരുന്നു. സുഭദ്രയമ്മ മാസിക വെളിച്ചത്തേക്ക് പിടിച്ചു നോക്കി. കണ്ണടയില്ലാതെ തെളിഞ്ഞു കാണാൻ പ്രയാസമായിരുന്നെങ്കിലും കവർ പേജിലെ ചിത്രം അവളുടേതാണെന്ന് തിരിച്ചറിയാൻ എന്താ വിഷമം? താഴെ ഭീമൻ അച്ചുകളിൽ പുതുമുഖം രാജേശ്വരി. കുറച്ചു നേരം നിർനിമേഷമായി നോക്കിക്കൊണ്ടിരുന്നു. പോരാ, കണ്ണട വെച്ച് നന്നായിട്ടൊന്ന് നോക്കണം. ഏടുകൾ മറിച്ചു നോക്കി. എന്തൊക്കെയോ പടങ്ങളുണ്ട്, തിരിച്ചറിയുന്നില്ല. മാസിക തിരിച്ചു കൊടുത്തു. നിന്റെ വായന കഴിഞ്ഞാൽ അമ്മയ്ക്ക് തരണം കേട്ടോ. കണ്ണട വെച്ചൊന്ന് വായിക്കണം. അമ്മയ്ക്ക് വായിക്കാനുള്ളതൊന്നും ഇതിലില്ല. രാജി മാസിക തലേണയുടെ അടിയിലേക്ക് തള്ളി വെച്ചു. ഓരോ വിട്ടിത്ത എഴുതി വെച്ചിരിക്കുകയാണ്. വിട്ടിത്തായാലും നിന്നെ പറ്റിയിട്ടല്ലേ? അവളുടെ തോളത്ത് കൈവച്ചു. അപ്പൊ അമ്മയ്ക്ക് വായിക്കാൻ മോഹം ഉണ്ടാവില്ലേ? രാജി പാൽ കുടിച്ചു തീർത്ത് ഗ്ലാസ് സൈഡ് ടേബിളിൽ വെച്ചു. തല കുനിച്ചിരുന്നു. സുഭദ്രമ്മ മകളുടെ തോളത്ത് പതുക്കെ തടവി. തീർച്ചയായും അവളെപ്പറ്റി എന്തെങ്കിലും ഉണ്ടാവും മാസികയിൽ. വേദനിപ്പിക്കുന്ന വല്ലതുമാവാം. അത് വായിച്ച് താനും കൂടി വേദനപ്പെടണ്ട എന്ന വിചാരമാണ് അവൾക്ക്. അല്ലാതെ ഒന്നും ഒളിച്ചു വെക്കാനുണ്ടായിട്ടാവില്ല. മോളെ, കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവളെ മാറോടണച്ച് മുടിയിൽ തലോടി. നീ ഒരു തരത്തിലും വിഷമിക്കരുതെന്ന് അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്. അമ്മയ്ക്ക് ഒന്നും കൊണ്ടും മനസ്സിനൊരു വിഷമവും ഇല്ല. അത് വിചാരിച്ച് നീ ദുഃഖിക്കണ്ട. പറയുമ്പോൾ ശ്വാസം മുട്ടൽ ഒഴിവാക്കാൻ നന്ന പ്രയാസപ്പെട്ടു. തേങ്ങലടക്കാനും അധൈര്യം ഭാവിക്കരുത്. ഭാഗ്യത്തിന് അവൾ മുഖം മാറത്ത് പൊത്തിയിരിക്കുകയാണ്. എങ്ങാനും തലപൊക്കി നോക്കിയാൽ കരച്ചിൽ വരും. പിന്നെ തടുത്താൽ നിൽക്കില്ല. അവൾ കരയുന്നുണ്ടോ? ഇല്ല. നെടുവീർപ്പിടുന്നത് പോലുമില്ല. അവളുടെ ഹൃദയസ്പന്ദനം തൻ്റെ മാറത്ത് മാറ്റിലിക്കൊള്ളുന്നത് കേൾക്കാനുണ്ട്. പാവം എൻ്റെ മോള്. ഈശ്വരൻ എന്തിനിവളുടെ തലയിൽ ഇങ്ങനെയൊക്കെ എഴുതി? ഗുരുവായൂരപ്പന് ഇത്ര കരുണയില്ലാതായോ? താനോ ഒരു തെറ്റും ചെയ്യാതെ അനുഭവിക്കേണ്ടതിലേറെ അനുഭവിച്ചു. ഇവൾക്കും അതേ യോഗം വരണോ? പെറ്റ് വീണതു മുതൽ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. എന്നിട്ടും എന്തിന് ഈശ്വരനെ പറയുന്നു? തൻ്റെ തലയിലെടുത്താണ്. മുജ്ജമ്മ ദുരിതമാണ്, കർമ്മഫലമാണ്. താൻ തന്നെ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. താൻ മാത്രമല്ല, ഇവളും അനുഭവിക്കുന്നു. ഇനി എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യുക? എൻ്റെ ഗുരുവായൂരപ്പ, നാളികേരം ഉടയ്ക്കുന്നത് പോലെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാം. എന്നാലും എൻ്റെ കുട്ടിക്ക് കഷ്ടപ്പാട് വരുത്താതെ രക്ഷിക്കണേ. നെടുവീർപ്പിട്ടു. എന്ത് പ്രാർത്ഥിച്ചിട്ടെന്ത്? പ്രാർത്ഥനയുടെ കുറവാണോ? അല്ലെങ്കിൽ ഇത്രയേ വന്നുള്ളുവല്ലോ എന്ന് സമാധാനിക്കുക. അതും ഈശ്വരന്റെ കൃപാ കടാക്ഷമായിരിക്കാം. എന്തൊക്കെ സംഭവിക്കാമായിരുന്നു? അവിവേകമാണ് കുട്ടി കാണിച്ചത്. പ്രായത്തിന്റെ ആണെന്ന് സമാധാനിക്കാം. പക്ഷെ അതൊരു സമാധാനമല്ല. എന്നാലും പോട്ടെ, മാനക്കേടൊന്നും വന്നു ചേർന്നില്ലല്ലോ. ദൈവാധീനം കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്തൊരു വിവരക്കേടായിരുന്നു കുട്ടി കാണിച്ചത്. അത്രയ്ക്കൊക്കെ എന്താ ഉണ്ടായത്? ഒരു പോറലേറ്റു. അതിന് ഇത്രമാത്രം വെപ്രാളപ്പെടാനുണ്ടോ? ചെറിയൊരു പോറൽ. അത് ഇന്നോ നാളെയോ ഉണങ്ങില്ലേ? ഉണങ്ങും, തീർച്ചയായും ഉണങ്ങും. തന്നെ പോലെ നിത്യവും കുത്തി ചിനയ്ക്കാതിരുന്നാൽ മതി. തനിക്കേ വിഡ്ഢിത്തം പറ്റി. വിഡ്ഢിത്തം? അതെ, വിഡ്ഢിത്തം എന്ന് തന്നെ പറയണം. ജീവിതം ഇങ്ങനെ ഉണക്കി കളയരുതായിരുന്നു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? വഞ്ചിക്കപ്പെട്ടത് താനാണ്, ഒരു കുറ്റവും ചെയ്യാതെ. അതിൻ്റെ പേരിൽ ഇങ്ങനെ ഇത്രയും ശിക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. മോഹിച്ചിട്ടാണോ ചെയ്തത്? അതോ ആരോടൊക്കെയോ ഉള്ള വെറുപ്പ് പോക്കാനോ? രണ്ടായാലും തുളഞ്ഞത് തൻ്റെ ജീവിതമാണ്. അവിവേകം കൊണ്ട് അങ്ങനെ സംഭവിച്ചു. വാശിയും. വേണ്ടത് ഉപദേശിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. കൊച്ചച്ഛനും ശ്രീചേട്ടനും ഉപദേശിക്കായികയല്ല. പക്ഷേ ഒരിക്കലേ അവരുടെ ഉപദേശം കേട്ടിട്ട് സംഭവിച്ചത് ഇതാണല്ലോ. പിന്നെ അമ്മയാണ് എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് ജീവിതത്തിൽ നിന്ന് പിൻവലിഞ്ഞ് സന്യാസിയെപ്പോലെ കഴിഞ്ഞുകൂടുന്ന അമ്മയുടെ കാൽക്കലിരുന്ന് കരഞ്ഞിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. എല്ലാം ഈശ്വരകൽപ്പിതം തന്നെ. എങ്കിലും ഏതായാലും ഇവൾക്ക് എന്നെപ്പോലൊരു യോഗം വരരുത്.
അത്ര വലിയ അപകടമൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. തിരുത്താവുന്നതും മായ്ച്ചു കളയാവുന്നതുമേ ഉള്ളൂ. തിരുത്തണം, മായ്ച്ചു കളയണം, പുതിയൊരു വഴി കാണിച്ചു കൊടുക്കണം. അത് തൻ്റെ ചുമതലയാണ്. ഈ ദുഃഖമെല്ലാം മറന്ന് അവൾ സന്തോഷമായിട്ടിരിക്കണം. അത് കണ്ടിട്ടെങ്കിലും തൻ്റെ മനസ്സിനല്പം കുളിര് കിട്ടണം. കരഞ്ഞു കരഞ്ഞില്ലാതാവാൻ ഇവളെ അനുവദിക്കുകയേ അരുത്, തീർച്ചയായും അരുത്. മോളെ, അവർ മകളുടെ മുടി പിന്നെയും തലോടി. അമ്മ ഒരു കൂട്ടം പറയട്ടെ? ഇങ്ങോട്ടും നോക്ക്. അവളെ മാറത്തു നിന്നടർത്തി. അവളുടെ മുഖം തുടുത്തിരുന്നു, എന്നാൽ കണ്ണുകൾ ഈറനായിരുന്നില്ല. ഞാനൊന്ന് പറഞ്ഞാൽ നീ ശ്രദ്ധിക്കോ? എന്താത് ശ്രദ്ധിക്കോ? എന്താ അമ്മ ഇങ്ങനെ ചോദിക്കണത്? അവൾ കഴുത്തൊന്ന് വെട്ടിച്ച് തലമുടി കൈകൊണ്ട് മാടി ഒതുക്കി. അമ്മ പറയണതല്ലാതെ പിന്നെ ഞാൻ ആര് പറയണതാ ശ്രദ്ധിക്കുക? അതെനിക്കറിയാം. എന്നാലും എന്താന്ന് വെച്ചാൽ പറയൂ, എനിക്കൊരു വിഷമവും തോന്നില്ല. അവൾ ക്ലേശിച്ച് ധൈര്യം ഭാവിക്കുകയാണെന്ന് വ്യക്തമായിരുന്നു, തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി. അതോർത്തപ്പോൾ ചിരിയും കരച്ചിലും ഒപ്പം വന്നു. നിനക്ക് വിഷമം തോന്നണ ഒരു കാര്യവും ഞാൻ നിന്നോട് പറയാൻ പോണില്ല. നീ വിഷമിക്കരുതെന്നാ എനിക്ക് പറയാനുള്ളത്. അതിന് എനിക്കൊരു വിഷമവും ഇല്ലല്ലോ. ഉണ്ടായിരുന്നതൊക്കെ തീർന്നു. നീ അത് പറഞ്ഞാൽ ഞാനതങ്ങോട്ട് വിശ്വസിക്കണം അല്ലേ? എൻ്റെ കുട്ടി, അമ്മയ്ക്ക് വിഷമമാവും എന്ന് വിചാരിച്ചിട്ട് നീ ഒന്നും അഭിനയിക്കേണ്ട. നിന്റെ ഉള്ളിലുള്ള വേദന എനിക്കറിയില്ലേ? രാജി മറുപടി പറഞ്ഞില്ല. അവളെ കുറെ കൂടി മുറുകെ പുണർന്ന് തലയിൽ കവിള് ചേർത്തു. പൊട്ടിപ്പെണ്ണ്, വിഷമമില്ലെന്ന് നടിച്ചാൽ ഞാൻ മനസ്സിലാക്കില്ലെന്നാണ് ഇവളുടെ വിചാരം. മക്കളുടെ കാലിൽ മുള്ളു കുത്തിയാൽ ആദ്യം വേദനിക്കുക അമ്മമാർക്കാണെന്ന് പാവം മനസ്സിലാക്കിയിട്ടില്ല. മോളെ, അമ്മ പറയാൻ കൊണ്ടുവന്നത് എന്താണെന്നോ? വേറൊന്നുമല്ല. എന്താണ് പറയേണ്ടതെന്ന് അറിയാമെങ്കിലും വേണ്ട വിധം നാക്ക് തുരുത്തിരിയുന്നില്ല. നീ വിഷമിക്കരുത്, ദുഃഖിക്കരുത്. ഇതൊന്നും അത്ര സാരമുള്ളതല്ല. ഒക്കെ മറക്കണം. രാജി മറുപടി പറഞ്ഞില്ല. മറക്കണം എന്നങ്ങോട്ട് പറയുമ്പോഴേക്കും മറക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് അറിയാം. എന്നാലും വെറുതെ ഓർക്കാതിരുന്നാൽ എളുപ്പം മറക്കും. കഴിഞ്ഞത് തന്നെ ഓർത്തോണ്ടിരിക്കുക, ഓർമ്മിപ്പിക്കണ കാര്യങ്ങൾ ആലോചിക്കുക, മനോരാജ്യം കാണുക. ഇങ്ങനെയൊക്കെയായാൽ വെറുതെ വേദന തിന്നേണ്ടി വരും. മറിച്ച് സാരമില്ല എന്ന് വെച്ച് ജീവിച്ചാലോ എളുപ്പം മറക്കുകയും ചെയ്യാം. പ്രത്യേകിച്ചും നിന്റെ ഈ പ്രായത്തിൽ ഇത്ര നിസ്സാര കാര്യങ്ങളൊന്നും അത്ര ഗൗരവമായിട്ടെടുക്കാൻ പാടില്ല. ഇത് തൊലിപ്പുറമേയുള്ള പോറലാണ്. അങ്ങനെയല്ലല്ലോ അമ്മേ, അതല്ലേ സങ്കടം. അവൾ പെട്ടെന്ന് തേങ്ങിക്കരഞ്ഞുപോയേക്കുമെന്ന് തോന്നി. ചേച്ചേ, സുഭദ്രയമ്മ മകളുടെ മുടിയിൽ വിരലോടിച്ചു. ഇതൊക്കെ എത്ര നിസ്സാരമാണ്. പോറലെന്ന് പറഞ്ഞാൽ ചില്ലറ പോറല്. ആദ്യം ഇത്തിരി നീറ്റം തോന്നും, സഹിക്കാൻ വയ്യ, കൈയും മുറിഞ്ഞു കാലും മുറിഞ്ഞു എന്നൊക്കെ തോന്നും സ്വല്പ നേരത്തേക്ക്. അത് കഴിഞ്ഞാൽ തീർന്നു, എല്ലാം മറക്കും, മനസ്സ് പഴയ നിലയിലാവും. അപ്പൊ തോന്നും ഈ കരഞ്ഞതും പിഴിഞ്ഞതും വെറുതെ ആയിന്ന്. ജീവിതത്തിന്റെ സ്വഭാവമാണത്. അവൾ മുഖം പൊക്കി സൂക്ഷിച്ചൊന്നു നോക്കി. തീക്ഷ്ണമായ നോട്ടം. അമ്മ എന്നെ സമാധാനിപ്പിക്കാൻ വേദാന്തം പറയുകയല്ലേ എന്ന ചോദ്യമാണ് അതിൽ നിഴലിച്ചിരുന്നത്. അമ്മയുടെ സ്വന്തം അനുഭവം ഇതാണോ എന്നും. ആ നോട്ടത്തിൽ ഒന്ന് ചൂളാതിരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് സംസാരിക്കാൻ പ്രയാസം തോന്നി. അമ്മ തന്നെയാണോ പറയണത്? അതെ. അവളുടെ ചോദ്യം പെട്ടെന്ന് ധൈര്യം നൽകി. ഞാൻ തന്നെയാണ്. നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്റെ കാര്യമല്ലേ? അത് വേറൊരു കഥ. ഒരു ദിവസം ഞാനെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം. പക്ഷേ ഒന്നും നീ വിചാരിക്കേണ്ട. അമ്മ സന്തോഷത്തോടെയാണ് ഇങ്ങനെയൊരു ജീവിതം സ്വീകരിച്ചതെന്ന് നീ വിചാരിക്കേണ്ട. ഇങ്ങനെ ജീവിക്കണതിൽ എന്തെങ്കിലും പ്രത്യേക സുഖമോ സംതൃപ്തിയോ ഉണ്ടായിരുന്നു എന്നും വിചാരിക്കേണ്ട. ഞാൻ ചെയ്തത് പൂർണ്ണമായും അബദ്ധമായിരുന്നു എന്ന് ചിലപ്പോഴെനിക്ക് തോന്നാറുണ്ട്. വിധിയാണെന്ന് വിചാരിച്ച് സമാധാനിക്കേ നിവർത്തിയുള്ളൂ. കഴിഞ്ഞ കാലം തിരിച്ചു കിട്ടുകയാണെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും അല്ല ജീവിക്കുക. അവൾ പൊടുന്നനെ പിടിവിട്ട് നീങ്ങിയിരുന്ന് തുറച്ചു നോക്കി. പറയുന്നത് വിശ്വാസം വരുന്നില്ലെന്ന് വ്യക്തം. അമ്മ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന ഭാവമാണ് മുഖത്ത്. അവളെ കുറ്റം പറഞ്ഞുകൂടാ. തൻ്റെ മനസ്സിൽ ഇങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാകാറുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. താൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട് പലപ്പോഴും. നീ ഇങ്ങനെ തുറച്ചു നോക്കൊന്നും വേണ്ട. സുഭദ്രയമ്മ പുഞ്ചിരി തൂകാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണ്. പണ്ട് ഇങ്ങനെയൊന്നുമല്ല തോന്നിയിരുന്നത് എന്നത് സത്യം തന്നെ. പക്ഷേ
ആ തോന്നൽ തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ നിനക്കും മനസ്സിലാവും. എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ വിചാരം എന്താണെന്ന്. നിന്റെ പ്രായത്തിൽ എല്ലാവർക്കും തോന്നണതാണ്. ഒരു നഷ്ടം പറ്റി, എന്നാൽ ഇനി ജീവിതം മുഴുവൻ അത് തന്നെ വിചാരിച്ചു സ്വയം ഉരുകി നശിക്കുക എന്ന്. അതിലെന്തോ ഒരു മാഹാത്മ്യം ഉണ്ടെന്ന് തോന്നും. അതൊക്കെ സിനിമയിലും നോവലിലും മാത്രമേ നടപ്പുള്ളൂ. ജീവിതത്തിലാവുമ്പോൾ നിലനിൽക്കാൻ അത്ര എളുപ്പമല്ല. അതിന് മനഃപൂർവ്വം ശ്രമിച്ചാലോ ജീവിതം വെറുതെ ഉമുത്തിയിൽ നീട്ടിക്കളയാമെന്ന് മാത്രം. അമ്മയുടെ അനുഭവം വെച്ചാണ് പറയണത്, അല്ലാതെ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണതൊന്നുമല്ല. പറഞ്ഞു പോകുന്തോറും ശ്വാസമുട്ടൽ വർദ്ധിക്കുന്നു. അവളൊന്നും മിണ്ടാതെ വിരല് കടിച്ച് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിശ്വാസമോ അത്ഭുതമോ എന്തൊക്കെയാണ് ആ മുഖത്തുനിന്ന് വ്യക്തമല്ല. ഞാൻ പറയണത് നിനക്ക് വിശ്വാസമാവുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. വീണ്ടും അവളുടെ തോളത്ത് കൈവച്ചു. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, വെറുതെ കരഞ്ഞ് ജീവിതം നശിപ്പിക്കരുത്. കഴിഞ്ഞതെല്ലാം മറന്നു പുതിയതായി തുടങ്ങണം. രാജി മറുപടി ഒന്നും പറയാതെ നൈറ്റ് ഡ്രസ്സിൻ്റെ വക്കിൽ തെരിപ്പിടിച്ചുകൊണ്ടിരുന്നു. ഒരു വെയിൽ കൊണ്ടാൽ കരിഞ്ഞു പോണതല്ല കുട്ടി ജീവിതം. സുഭദ്രമ്മ നെടുവീർപ്പിട്ടു. ഒരു തിരികെട്ടാൽ പിന്നെ വഴിനീളെ ഇരുട്ടാണെന്ന് കരുതുന്നത് ശരിയല്ല. ഒന്ന് കെട്ടുവെന്ന് കരുതി വേറെ തിരി കൊളുത്താതിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഇതാണ് ഞാൻ വേണ്ട സമയത്ത് മനസ്സിലാക്കാതിരുന്ന പാഠം. എൻ്റെ മോൾക്കും അതേ ഗതി വരരുതേ എന്നേ എനിക്ക് മോഹമുള്ളൂ. ശ്വാസം മുട്ടൽ ഒരു തേങ്ങലായി പൊട്ടി ഒഴുകി. അല്പനേരം അമ്പരന്നിരുന്ന ശേഷം രാജി അരികിലേക്ക് നീങ്ങിയിരുന്ന് മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവളുടെ നനഞ്ഞ കവിളത്തേറ്റപ്പോൾ തോന്നി ഇരുവരും ഏതോ പുഴയിൽ ഒലിച്ചു പോകുകയാണെന്ന്. മകളുടെ മുറിയിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ സംശയമായി. വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്ന്. ഒന്നും പറയണമെന്ന് കരുതിയിട്ടല്ല അകത്ത് ചെന്നത്. എന്നും പതിവുള്ളതാണ്, ഉറങ്ങും മുമ്പ് അവളെ ഒന്ന് പോയി നോക്കുക. ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ മടങ്ങിപ്പോരും. അല്ലെങ്കിൽ വല്ലതും 4 നാട്ടുവർത്തമാനം പറഞ്ഞിരിക്കും. അപ്പോഴേ സമയം കിട്ടൂ. പകല് ജോലി തിരക്കാണല്ലോ. കൊച്ചച്ഛൻ ഉറങ്ങുന്നത് വരെയും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. ശ്രദ്ധാപൂർവം ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. ഇന്നെന്തോ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി. പറഞ്ഞതാണെങ്കിൽ മുഴുവനും അബദ്ധമായോ എന്നൊരു ശങ്ക. സ്വന്തം മുറി തുറന്ന് വിളക്കിട്ട് കട്ടിലിന്മേൽ ചെന്നിരുന്നു, താടിക്ക് കൈയും കൊടുത്തുകൊണ്ട്. ശങ്ക തീരുന്നില്ല. പറയേണ്ടതാണോ പറഞ്ഞത്? പറഞ്ഞുകൂടാത്തത് വല്ലതും പറഞ്ഞുവോ? സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവളെ കൂടുതൽ വിഷമിപ്പിക്കുകയാണോ ചെയ്തത്? അവൾ ഒന്നും മിണ്ടിയില്ല. എല്ലാം മുള്ളിക്കേട്ടു. അസ്വസ്ഥതയോടെ. എന്തായിരിക്കും അവൾ വിചാരിച്ചിരിക്കുക? വേണ്ടിയിരുന്നില്ല. ഉപദേശിക്കാനുള്ള കഴിവോ വകതിരിവോ തനിക്കില്ല. രാജിയേക്കാൾ വിവരവും തൻ്റെ ഇടവും കുറഞ്ഞവളാണ് താൻ. അവൾ കുട്ടിയാണെങ്കിലും ലോകം കണ്ടിട്ടുണ്ട്. താൻ ഈ വീടിൻ്റെ 4 ചുമരുകൾക്ക് പുറത്തുള്ള ലോകം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതെ, ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു ഉത്തമം. അതെന്തോ പറഞ്ഞത് പറഞ്ഞുപോയി. തിരിച്ചെടുക്കാൻ ഒക്കില്ല. അവളെങ്ങാൻ തെറ്റിദ്ധരിക്കുമോ ആവോ? വിചാരിച്ച പോലെയൊന്നുമല്ല അമ്മയെന്ന്. അവളുടെ കണ്ണിൽ ഒരുപക്ഷെ താൻ ഇതേവരെയും ഒന്നിൽ ഉറച്ചു നിൽക്കുന്ന, ദുഃഖം തന്നെ സുഖമായി കണക്കാക്കുന്ന സീതയോ സാവിത്രിയോ ആയിട്ടാവാം അവൾ തന്നെ കണക്കാക്കി പോന്നിരുന്നത്. ആ ധാരണയ്ക്ക് ഇപ്പോൾ പോറലേറ്റിരിക്കും. ആയിക്കൊള്ളട്ടെ, സാരമില്ല. അവളും തന്നെപ്പോലെ ജീവിതം കണ്ണീരിൽ അലിയിച്ച് കളയാതിരുന്നാൽ മതി. ഒരു വെയിൽ കൊണ്ട് കരിയാതെ ഒരു തിരി അന്നത് ചെവിക്കൊണ്ടിരുന്നെങ്കിൽ. കൊച്ചച്ച, എൻ്റെ തലയിലെഴുത്തിയതാണെന്ന് കരുതി ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം. എനിക്കത് മതി. നിർബന്ധിക്കുകയാണെന്ന് വിചാരിക്കണ്ട. നിന്നെയെന്നല്ല, ഇനി ആരെ ഈ ജന്മത്തിൽ ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. ഒരിക്കൽ നിർബന്ധിച്ചതിനുള്ള ഫലം കിട്ടിയില്ലോ. എന്നാലും പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവായികയല്ല, വേണ്ടായെയാണ്. നിന്റെ ഇഷ്ടം. നിന്റെ കണ്ണീര് കണ്ട് ജീവിക്കാന്നുള്ളത് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്. എന്നാലും ഒരു ദിവസം നിനക്ക് തന്നെ ബോധ്യം വരും. കാലടികൾ അകന്നകന്നു പോകുന്നു. അകന്നകന്ന് ചെവിയോർത്തിരിക്കുന്നു മറ്റൊരു കാലടി ഒച്ചയ്ക്ക്. ഒരിക്കലും തിരിച്ചു വരാത്ത കാലടി ഒച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇരുട്ടിൽ, ഏകാന്തതയിൽ, നിശബ്ദതയിൽ. അറിയാം, നല്ലപോലെ അറിയാം തിരിച്ചു വരില്ലെന്ന്. എങ്കിലും കൽക്കരി കൂമ്പാരത്തിനടിയിൽ എവിടെയോ നിന്ന് നാമ്പ് നീട്ടുന്ന പുൽക്കൊടി പോലെ പ്രതീക്ഷ ചെവികൂർപ്പിക്കുന്നു.
ആശയറ്റ ആശ തല ഉയർത്തുന്നു. പേക്കിനാവെങ്കിൽ പേക്കിനാവ് ആവട്ടെ, ഉറക്കമേ ഇല്ലാത്തതിലും ഭേദമല്ലേ. എന്തിന് എന്നെ ഇങ്ങനെ ചതി? ആ വാക്കുപയോഗിച്ചുകൂടാ. ചതിച്ചതാണെന്ന് നിമിഷം നേരത്തേക്കെങ്കിലും ശങ്കിച്ചിട്ടില്ല. ഭദ്രേ, വേറെ വഴിയില്ല. മിണ്ടാതെ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. മരവിച്ച മനസ്സ് വേദന അറിയുന്നില്ല. വേറെ വഴി? വേറെ വഴി എന്തിന്? ഈ വഴി പോരെ? ഒന്നിച്ച് നടന്ന് ഇത്ര ദൂരം പോന്നില്ലേ? ഇപ്പോൾ എന്നെ വഴിയാധാരമാക്കുന്ന എന്തിന്? നിന്റെ ഉള്ളിലുള്ള വിഷമം എനിക്കറിയാം. ഞാൻ ചെയ്യണത് തെറ്റാണെന്നും എനിക്കറിയാം. പക്ഷേ ഇതേവരെ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ഇങ്ങനെ ഒരു തെറ്റും കൂടെ ചെയ്തേ ഒക്കൂ. 2 തെറ്റ് ഒരു ശരിയാവുമോ? എൻ്റെ ഭഗവാനെ, ഇതനുഭവിക്കാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എനിക്കെന്തിനീ ശിക്ഷ? രാജി ഞെട്ടിയുണർന്ന് കരയുന്നു. അവളെ തൊട്ടിൽ നിന്ന് പൊക്കിയെടുക്കുന്നു. മൂത്രം ഒഴിച്ചിട്ടുണ്ട്. കട്ടിലിൽ കിടത്തി സേഫ്റ്റി പിൻ ഊരി നാപ്കിൻ അഴിക്കുന്നു, തുടയ്ക്കുന്നു. പുതിയ നാപ്കിൻ എടുത്ത് കോണോട് കോൺ മടക്കി കെട്ടിക്കൊടുക്കുന്നു. യന്ത്രം പോലെ. യന്ത്രം. ഇല്ല മോളെ, അച്ഛനെ കണ്ട് വളരാനുള്ള യോഗം നിനക്കില്ല. അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരതിഥി മാത്രമാണ് അദ്ദേഹം. മനസ്സില്ലാ മനസ്സോടെ കയറി വന്നു. പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. ഒരു മയക്കം കഴിഞ്ഞതോടെ എഴുന്നേറ്റ് പോയി. പോകാനാണ് വന്നതെങ്കിൽ ഈ ആതിഥ്യം എന്തിനു സ്വീകരിച്ചു? അതിഥിയല്ല എന്നെന്തിനു പറഞ്ഞു പറ്റി? എന്നെ വിട്ടു പോവോ? എന്താ അങ്ങനെ ചോദിക്കണത്? ചിലപ്പോ എനിക്ക് പേടി തോന്നുന്നു. നീ അല്ലെങ്കിലും പേടിക്കാരിയല്ലേ. പേടിയൊഴിഞ്ഞ സമയമുണ്ടോ? കവിളത്തൊരു കിള്ള് പൊട്ടിത്തെറിക്കുന്നു. സുരക്ഷിതത്വം തോന്നിച്ച കൈകളിൽ ഒതുങ്ങിക്കിടക്കുന്നു. ചൂടുള്ള ചുണ്ടുകൾ കവിളത്ത് മുദ്രകുത്തുകയാണ്. സുഖമുള്ള നിശ്വാസം നെറ്റിയിലെ മുടിച്ചുരുളുകളിൽ ഒളിച്ചു കളിക്കുന്നു. വായന കഴിഞ്ഞു വെച്ച വീണ നാദബ്രഹ്മത്തിന്റെ അലയൊലിയിൽ മയങ്ങിക്കിടക്കുന്നത് പോലെ ശാന്തമായ മനസ്സ് ആനന്ദത്തിന്റെ കയത്തിൽ മുങ്ങിക്കിടക്കുന്നു. കൊച്ചച്ചൻ പറഞ്ഞത് തികച്ചും ശരിയാണ്. നീ സംശയിക്കണ്ട. കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞാൽ എല്ലാം ഭദ്രമായി തീരും. എന്നാലും എനിക്കെന്തോ. നിനക്കെന്താ ഭദ്രേ? ശ്രീചേട്ടൻ കുറുക്ക പറയുന്നു. കൊച്ചച്ചന് നമ്മളെക്കാളൊക്കെ ലോകപരിചയം ഇല്ലേ? അച്ഛൻ്റെ സ്ഥാനത്തല്ലേ. ഇതേവരെ നമുക്ക് നന്മയല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ശരിയാണ്. എന്നാലും ശ്രീചേട്ടൻ ഒന്ന് അപ്പുറത്തേക്ക് പോകൂ. സുഖുവേട്ടൻ, ലെറ്റ് മീ ടോക്ക് ടു ഹർ. സൗമ്യനായ സുഖുവേട്ടൻ ഏട്ടനെന്നുള്ളതിനേക്കാൾ ചങ്ങാതിയുടെ നിലയാണ്. എന്തും ചോദിക്കാം, പറയാം, സമാധാനം തോന്നുന്നു. ഭദ്രേ, ഞാനെന്ന് ചോദിച്ചാൽ നീ ട്രൂത്ത് പറയുമോ? ചോദിച്ചോളൂ. ഹാവ് യു എനി ബോയ് ഫ്രണ്ട്? ബോയ് ഫ്രണ്ടോ? ഉണ്ടോ? അറിഞ്ഞുകൂടാ. അവ്യക്തമായ ചില സ്വപ്നങ്ങളുണ്ട് മനസ്സിൽ. അവയുടെ പിന്നിൽ അതിലും അവ്യക്തമായ ചില മുഖങ്ങളും. പക്ഷെ ഒന്നുമില്ല, സ്ഥായിയായി ഒന്നുമില്ല. തുറന്നു പറഞ്ഞോ, പേടിക്കാനൊന്നുമില്ല. ഇല്ല. സത്യമാണോ പറയണത്? അതെ, സത്യം. ആരെയും മനസ്സിൽ ഇല്ല. തീർച്ച? തീർച്ച. മൗനത്തിന് ശേഷം, എന്നാ പിന്നെ നീ എന്താ വിരോധം പറയണത്? കൊച്ചച്ചൻ പറയണത് സമ്മതിച്ചൂടെ? മൗനം. മറ്റേത് വിചാരിച്ചിട്ടാണോ? സുഖുവേട്ടന് അറിയണതല്ലേ കഥകളൊക്കെ? അതെ, പക്ഷെ അതത്ര സാരമാക്കാനില്ല. ദാറ്റ്സ് നോട്ട് സീരിയസ്. ആരെ എടുത്താലും ഇങ്ങനെ ചിലതൊക്കെ കാണും. ഗംഗേട്ടൻ വളരെ നല്ല ആളാണെന്ന് നിനക്കറിയാലോ. അതറിയാം, പക്ഷേ മനസ്സിൽ വരുന്നത് പറയാൻ ധൈര്യമില്ല. മലായിക്കാരിയുടെ ഉച്ഛിഷ്ടം. ശരി, ഉച്ഛിഷ്ടമെങ്കിലും ഉച്ഛിഷ്ടം. അതെങ്കിലും മുഴുവൻ എനിക്ക് തരൂ. ഗംഗേട്ടാ, ഇനിയെങ്കിലും അവളെ മറക്കൂ. അവിടെ പോകാതിരിക്കൂ. നമുക്കൊരു കുട്ടിയായി. ഇനി വേർപെടുത്തിയാലും വേർപിടില്ല. എൻ്റെ നെഞ്ചത്ത് കൈവച്ച് സത്യം ചെയ്തതല്ലേ ഇനി പോവില്ലാന്ന്. ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നു. ഈശ്വരനാണ് സത്യം. ഇനി ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. എനിക്കത് കേട്ടാൽ മതി. തെളിഞ്ഞ നിലാവ് കട്ടിലിൽ വിലങ്ങനെ വീഴുന്നു. അദ്ദേഹത്തിൻ്റെ മാറത്തെ രോമങ്ങളിൽ തെരിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് പേടിയായിരുന്നു. ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ വിചാരിച്ചു. ഇത്ര നല്ല ആളാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. തലയ്ക്ക് കൈകൊടുത്ത് മലർന്നു കിടക്കുകയാണ് ഗംഗേട്ടൻ, എന്തോ ആലോചിക്കുന്നത് പോലെ. യു മസ്റ്റ് പാർഡൺ മീ.
ഗംഗേട്ടൻ ചിരിക്കുന്നു. കരം ഗ്രഹിച്ച് തലോടുന്നു. ചിരിക്കുന്നു. ആലോചിക്കുന്നു. ചിരിക്കുന്നു. കാണുമ്പോൾ എന്തുകൊണ്ടോ ഭയം. എന്താ ചിരിക്കണത്? ആർക്കാണ് മാപ്പ് കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച് ചിരിച്ചതാണ്. ആരും ആർക്കും മാപ്പ് കൊടുക്കണ്ട. നോക്കൂ, ഇനി എന്നെ സ്നേഹിച്ചാൽ മതി, എന്നെ മാത്രം. ഇക്കിളി പൊട്ടിച്ചിരി. നാണം. നാണിച്ച് തല താഴ്ത്തി നിൽക്കുന്നു. ഭദ്ര നന്നായിരിക്കുന്നു ഇല്ലേ? കല്യാണം ആലോചിച്ചപ്പോ എന്ത് സങ്കടായിരുന്നു. ഗംഗനും ആളാകെ മാറിയിട്ടുണ്ട്. ഉറുമ്പും തേനും പോലെയാണിപ്പോൾ. ഈ കുഞ്ഞുമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേണോ ഇതൊക്കെ പറയാൻ? ഉറുമ്പും തേനും. ചിരി വരുന്നു. ഉറുമ്പും തേനും. കുളി തെറ്റണ ലക്ഷണമൊന്നുമില്ലല്ലോ. മൗനം. ആരോടാന്ന് വെച്ചാൽ പോയി ചോദിച്ചോളൂ. എനിക്ക് നാണാവും ഇങ്ങനത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ. കുഞ്ഞമ്മയെ പരിഭവത്തോടെ ഒന്ന് നോക്കി മുറിയിൽ നിന്നിറങ്ങി ഒറ്റ ഓട്ടം. എന്തിനാ ഓടിയത്? അതിലെന്താ ഇത്ര നാണിക്കാൻ? ഗംഗേട്ടൻ മൂക്കുന്നുള്ളുന്നു. എനിക്ക് നാണാവും. ഉവ്വോ, എന്നാൽ ഞാനൊരു കഥ പറയാം. പണ്ട് വൈസ്രോയിയും മദാമയും കൂടി കൊച്ചി മഹാരാജാവിനെ വിസിറ്റ് ചെയ്തു. വൈസ്രോയിയും മദാമയും ഹലോ, ഹൗ ഡു യു ഡു എന്നൊക്കെ കുശലം ചോദിച്ചു. ട്രാൻസ്ലേറ്റർ തർജ്ജിമ ചെയ്തു കൊടുത്തു. മഹാരാജാവിന് ഇംഗ്ലീഷ് അറിയില്ലേ? ഇല്ല. നെത്യാരമ്മയ്ക്കും അറിയില്ല. എന്നിട്ട് രാജാവും നെത്യാരമ്മയും തിരിച്ചു കുശലം പറഞ്ഞു. നെത്യാരമ്മ എന്താ ചോദിച്ചെന്നോ? എന്താ ചോദിച്ചത്? ഇങ്ങോട്ട് നീങ്ങിക്കിടക്ക്, ചെവിയിൽ പറയാം. നെത്യാരമ്മ ചോദിച്ചു, മദാമയ്ക്ക് കുളിയൊക്കെ മുറക്കില്ലേന്ന്. പൊട്ടിച്ചിരിച്ചുപോയി. അടക്കാൻ വയ്യാത്ത ചിരി. പല നിലകളുള്ള അമിട്ടുകൾ വിരിയുന്നത് പോലെയുള്ള ചിരി. മതി ചിരിച്ചത്. ശരി, ലൈറ്റ് ഓഫ് ചെയ്യൂ. വിളക്ക് കെട്ടു. അതെ, വിളക്ക് കെട്ടു. എന്നേക്കുമായിട്ട് കെട്ടു. അപ്പോൾ അറിഞ്ഞില്ലെന്ന് മാത്രം. എന്നേക്കുമോ? ഭദ്രേ, എൻ്റെ മോള് വെട്ടിത്തം പറയരുത്. ഒരു തിരി കെട്ടാൽ വഴി മുഴുവൻ ഇരുട്ടത്ത് നടക്കണം എന്നില്ല. വേറെയും കൊളുത്താം. കയ്യിലുള്ള ഒരേ ഒരു തിരിയാണ് കെട്ടത് കൊച്ചച്ച. നീ ഇങ്ങനെ ആയാലോ? കെട്ടു എന്ന് തന്നെ ഉറപ്പിക്കാറായിട്ടില്ല. ഞാൻ അവനോട് ഒരിക്കൽ കൂടെ സംസാരിച്ചു നോക്കട്ടെ. വെറുതെയാണ്, ഒരു ഫലവും ഉണ്ടാവില്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പറയാവുന്നതും അതിലധികവും പറയാത്ത കുറവാണോ? എത്ര പറഞ്ഞു, എത്ര കരഞ്ഞു. പക്ഷേ പൊട്ടുവീണ ഗ്രാമഫോൺ റെക്കോർഡ് പോലെ മറുപടി എപ്പോഴും ഒന്നു തന്നെയാണ്. വേറെ വഴിയില്ല, വേറെ വഴിയില്ല, വേറെ വഴിയില്ല. എന്താ വഴിയില്ലാതെ? ഞാൻ പറഞ്ഞു തന്നില്ലേ വഴി? എല്ലാം ഞാൻ സഹിച്ചോളാം. എൻ്റെ കുട്ടിക്ക് അച്ഛനില്ലാതാക്കരുത് എന്ന ഒറ്റ അപേക്ഷയേ ഉള്ളൂ. നീ പറഞ്ഞ വഴി കൂടുതൽ കുഴപ്പത്തിലേക്കാണ് വഴിവെക്കുക. മാത്രമല്ല, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവിടെ ഇഷ്ടം പോലെ പൊയ്ക്കോളൂ. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തോളൂ. ഞാനൊരക്ഷരം മിണ്ടില്ല. ജീവിതം പങ്കുവെക്കണോ? ഒരു സ്ത്രീയും സഹിക്കാത്തതാണ്. പക്ഷെ അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? അതും വയ്യാന്ന് വെച്ചാൽ അതും വേണ്ട. പക്ഷേ ഇവിടെ വരണം, താമസിക്കണം, ഈ കുട്ടിയുടെ അച്ഛനായിട്ടിരിക്കണം. അത്ര മതി. ജീവിച്ചിരിക്കെ എന്നെ വിധവയാക്കരുത്. അതൊന്നും നടപ്പില്ല ഭദ്രേ. എനിക്ക് അവളോട് നീതി പുലർത്തണം. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ തീരുമാനിച്ചു. മതം മാറാനും തീരുമാനിച്ചു. ഇനി അതിന് മാറ്റമില്ല. അപ്പോൾ എന്നോട് നീതി പുലർത്തണ്ട എന്നാണോ? അല്ല, നിന്നോടും ഞാൻ നീതി തന്നെയാണ് പുലർത്തുന്നത്. മനസ്സ് അവിടെയും ശരീരം ഇവിടെയുമായി ജീവിക്കുന്നത് നിന്നോട് കാണിക്കണ വൻപിച്ച അനീതിയാണ്. അതുകൂടാതെ കഴിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നല്ല നീതി തന്നെ. കല്യാണം കഴിച്ചിട്ടൊരു കുട്ടിയുമായിട്ട് ഇട്ടെറിഞ്ഞു പോണത്. ഭദ്രേ, തൊണ്ട വറ്റിച്ചിട്ട് കാര്യമില്ല. തെറ്റൊക്കെ എൻ്റെ ഭാഗത്താണ്, സമ്മതിച്ചു. പക്ഷെ ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കാൻ ഞാൻ തയ്യാറില്ല. എൻ്റെ മുഖത്ത് നോക്കി തന്നെ ഇത് പറയണം. ഈശ്വര, കുട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ കെട്ടിത്തൂങ്ങി ചാവുമെങ്കിലും ചെയ്യാമായിരുന്നു. കുപ്പിപ്പാത്രം വീണ് തകരുന്നത് പോലെ പൊട്ടിക്കരയുന്നു. ഭദ്രേ, എന്ത് നിർവികാരത! നീ ബുദ്ധിയുള്ളവളാണ്. പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞതും പറയണതും. അല്ലാന്ന് വെച്ചാൽ ഒരു ദിവസം ഇറങ്ങിയൊരു പോക്ക് പോയാൽ മതി, പോരെ? ആരും തടിക്കില്ല. പക്ഷേ അത് ശരിയല്ല.
നിന്നോട് എനിക്ക് ഒരു തരത്തിലുള്ള ദേഷ്യവുമില്ല, സ്നേഹമുണ്ട് താനും. സ്നേഹം? കരച്ചിലിനിടയിൽ ഉച്ചത്തിലായി പോകുന്നു ചോദ്യം. സ്നേഹമുണ്ട്, ഷേറയുണ്ട്. ഈശ്വര, ഇതൊക്കെ എങ്ങനെ നാക്കത്ത് വരണു? അല്പം ശാന്തമായിട്ട് കേൾക്ക്. എനിക്ക് നിന്നെ ഇഷ്ടാണ്. പക്ഷേ നിനക്ക് വേണ്ട രീതിയിലുള്ള സ്നേഹം തരാൻ എനിക്കിനി കഴിയില്ല. അത് ബോധ്യമായത് കൊണ്ടാണ്. 2-3 കൊല്ലം കഴിഞ്ഞ് ഒരു സന്തതി ആയപ്പോഴാണോ ബോധോദയുണ്ടായത്? ഇത് നീ ചോദിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെ പറ്റിപ്പോയി. എളുപ്പം കഴിഞ്ഞു. ഈ കൊലച്ചതി ചെയ്യണതിലും ഭേദം എന്നെ അങ്ങോട്ട് കൊല്ലല്ലേ. ദേഷ്യപ്പെടാതെ പറയണത് കേക്ക്. ദേഷ്യവും സങ്കടമൊന്നും ഇല്ലാതെ കല്ല് പോലെ നിന്ന് കേൾക്കണോ? ഈശ്വര, കല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. കൈവിരൽ കൊണ്ട് കവിൾ വടിക്കുന്നു, മൂക്ക് ചീറ്റുന്നു, മുട്ടിലിഴിഞ്ഞു വന്ന് സാരിത്തുമ്പിൽ പിടിച്ച ഭദ്രയെ എടുത്ത് തോളത്തിടുന്നു. എത്ര തവണ പറയണം ഭദ്രേ, നിന്നെ ചതിക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ഒരു വിചാരവും എനിക്കുണ്ടായിരുന്നില്ല. അവളെ മറക്കണമെന്നും നിന്റെ കൂടെ ജീവിതം മുഴുവൻ കഴിക്കണമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. അത് അവളെയും പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നു. അല്ലാണ്ട് അമ്മാമ്മനെ പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷേ ആകപ്പാടെ ഞാൻ ഉദ്ദേശിച്ചിടത്തൊന്നും അല്ല എത്തിയത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ആണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു മനോവിഷമവും കൂടാതെ പോവാമായിരുന്നല്ലോ എനിക്ക്. പക്ഷേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാണ്. എന്നാൽ പിന്നെ ഞാനാണോ ശിക്ഷ അനുഭവിക്കേണ്ടത്? അല്ല, അതല്ലേ ഞാൻ വിട്ടുപോകാമെന്ന് വെച്ചത്. ഇങ്ങനെ തുടരണതായിരിക്കും നിനക്ക് ഏറ്റവും വലിയ ശിക്ഷ എന്ന് എനിക്ക് തോന്നണില്ല. അല്ലെങ്കിൽ ആ ശിക്ഷ ഞാൻ സഹിച്ചോളാം. എന്നെ വിട്ടുപോണ ശിക്ഷയാണ് എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യാത്തത്. അത് നിനക്കിപ്പം മനസ്സിലാവില്ല. നീ ശുദ്ധഗതിക്കാരി സാധുവാണ്. അതാണ് ഞാൻ ചെയ്ത പാപം, ശുദ്ധഗതി. അതുകൊണ്ട് എല്ലാ ശിക്ഷയും അനുഭവിക്കണം. നീതി എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമില്ല. കല്യാണം കഴിക്കൂന്ന് പറഞ്ഞു, കഴിച്ചു. സ്നേഹിക്കുന്നു പറഞ്ഞു, സ്നേഹിച്ചു. എന്നിട്ട് എന്ത് കിട്ടി? മേൽപോട്ട് നോക്കിയാൽ ആകാശം, കീഴ്പോട്ട് നോക്കിയാൽ ഭൂമി. എൻ്റെ ഗുരുവായൂരപ്പ, ഞാൻ അറിഞ്ഞിട്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. കുട്ടിയോടുകൂടി കിടക്കയിൽ വീണ് തേങ്ങുന്നു. തേങ്ങിയോ? കവിളത്ത് വിരൽസ്പർശമേറ്റപ്പോൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരുമില്ല, സ്വന്തം കൈവിരലുകൾ തന്നെയാണ്. കണ്ണുകൾ ഈറനായിരിക്കുന്നു. എഴുന്നേറ്റ് കണ്ണാടിയിൽ ചെന്ന് നോക്കി. കണ്ണ് കലങ്ങിയിരുന്നു. തോളത്തിട്ട മുണ്ടിന്റെ തുമ്പുകൊണ്ട് തുടച്ചു. കരയുക പതിവാണ്, പക്ഷേ കഴിഞ്ഞതൊന്നും ഇത്രയേറെ ഓർക്കാറില്ല. നെടുവീർപ്പിട്ട് ചുമരിലെ ഫോട്ടോവിലേക്ക് നോക്കി. കല്യാണത്തിനെടുത്തത്. പൂമാലയണിഞ്ഞ് അന്യോന്യം ചേർന്ന് നിൽക്കുന്നു. കയ്യിൽ പൂച്ചുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് നിർവികാരതയാണ്. ചിലപ്പോൾ വിഷാദമാണെന്ന് തോന്നും, ചിലപ്പോൾ വെറുപ്പാണെന്നും. ഒന്നിച്ചെടുത്ത ഒരേ ഒരു ഫോട്ടോവാണ്. മോളുടെ ആണ്ടിപ്പിറന്നാളിന് ഒരെണ്ണം എടുക്കണമെന്ന് വിചാരിച്ചതാണ്. താൻ കസേരയിൽ, മടിയിൽ രാജി, പിറകിൽ അവളുടെ അച്ഛൻ. ശരിയെന്ന് പറഞ്ഞു. മോളെ കുപ്പായം ഇടിവിച്ചു, പണ്ടങ്ങൾ കെട്ടിച്ച് തയ്യാറാക്കി. താനും ഉടുത്തൊരുങ്ങി കാത്തുനിന്നു. 4 മണിക്ക്. 4:30, 5, 5:30. ആളെത്തിയില്ല. നിമിഷങ്ങൾ മണിക്കൂറുകളായി വളർന്നു. മണിക്കൂറുകൾ ദിവസങ്ങളായി വികസിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ പറഞ്ഞില്ല, ചോദിച്ചതുമില്ല. അറിഞ്ഞിരുന്നിട്ട് നുണ പറയിക്കുന്നത് എന്തിന്? ഫോട്ടോവിൽ നിന്ന് കണ്ണു വലിച്ചു. ജനാലയ്ക്കൽ ചെന്ന് കർട്ടൻ നീക്കി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പതിവില്ലാത്തതാണ്. കരഞ്ഞാൽ ആശ്വാസമാണ് തോന്നാറുള്ളത്. ഇന്നെന്തോ മനസ്സിലെ കനം നീങ്ങുന്നില്ല. ഇത്രയൊക്കെയായിട്ടും അദ്ദേഹത്തെ മറക്കാനോ വെറുക്കാനോ കഴിയുന്നില്ലല്ലോ. അതാണ് വാസ്തവത്തിൽ ട്രാജഡി. വഴക്കുകൂടി തമ്മിൽ തല്ലി തല പൊളിച്ചിട്ടാണ് പിരിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഒരു കൂസലും കൂടാതെ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നു. കഴിച്ചിട്ട് തുപ്പിയതല്ല, മധുരമുള്ളത് നാക്കത്തു നിന്നും എടുത്തുകൊണ്ടു പോയതാണ്. ഇത്ര വിചിത്രമായ ഒരു വിധി മറ്റാർക്കെങ്കിലും? താഴത്തെ ക്ലോക്കിൽ മണിയടിക്കുന്ന ശബ്ദം. 11. ഇനി കൊച്ചച്ഛനെ ഉണർത്തി മരുന്ന് കൊടുക്കുക തന്നെ. വിളക്ക് കെടുത്തി വാതിലടിച്ച് കോണിക്കിലേക്ക് നടന്നു. രാജിയുടെ മുറിയിൽ വിളക്കില്ല. വാതിൽ തുറന്നാണ് കിടന്നിരുന്നതെങ്കിലും പോകുന്ന പോക്കിൽ അത് ചാരി. ഈശ്വര,
എൻ്റെ മകളെ കാത്തുരക്ഷിക്കണേ. ഹൃദയത്തിൻ്റെ മിടിപ്പ് കോണിയിറങ്ങുമ്പോഴത്തെ കാലൊച്ചയിൽ മാറ്റലി കൊണ്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2ാം ഭാഗം വായിച്ചു കഴിഞ്ഞു. 3ാം ഭാഗവും വേഗം വായിക്കാം. നിർത്തട്ടെ. താങ്ക് യു.